ഇന്ന് നാം ഹോശന്നാ ഞായറായി ആചരിക്കുകയാണ്. ഹോശന്നാ ഞായർ പാം സൺഡേ അഥവാ കുരുത്തോല പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. ഹോശന്ന എന്ന വാക്ക് ഹൊഷിയാന എന്ന ഹിബ്രു പദത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഹോശന്നാ ഞായർ കഷ്ടാനുഭവ വാരത്തിൻ്റെ ആരംഭ ദിനമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ലെറ്റ് ദ കിങ് ഓഫ് പീസ് എൻ്റർ അഥവാ സമാധാനത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ളതാണ്. സമാധാനം അന്യമായ ഒരു ലോക അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വിലക്കയറ്റവും കഷ്ടതകളുമെല്ലാം മനുഷ്യനെ അലട്ടുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ദൈവമാണ് സമാധാനത്തിൻ്റെ ഉറവിടം. ദൈവം വസിക്കുന്ന ഇടങ്ങളിൽ സമാധാനം ലഭ്യമാകുന്നു. സമാധാനമില്ലാത്ത ഇടങ്ങളിൽ ദൈവം പ്രവേശിക്കുമ്പോൾ അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടുന്നു. സമാധാനത്തെ ചിലപ്പോഴെല്ലാം സംഘർഷമില്ലാത്ത അവസ്ഥയായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ സമാധാനം എന്നത് മനുഷ്യജീവിതത്തിൻ്റെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ തമ്മിൽ മാത്രമല്ല, ദൈവമായും ശരിയായ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് സമാധാനം സ്ഥാപിതമാകുന്നത്. ഹോശന്ന ഞായറാഴ്ചയിൽ നാം ഓർക്കേണ്ടത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കലുഷിതമായ യെരുശലേം നഗരത്തിലേക്ക് സമാധാനത്തിൻ്റെ സന്ദേശവുമായി പ്രവേശിച്ച യേശുവിനെയല്ല, അസമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയുന്ന മനുഷ്യ ഹൃദയങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രവേശനമാണ് നാം ഓർക്കേണ്ടത്. നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, നിരാശയുടെ ഇടങ്ങളിൽ ദൈവസമാധാനം ലഭ്യമാകുന്നു. നിരാശയുടെ ഇടങ്ങളിൽ ദൈവസമാധാനം ലഭ്യമാകുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ശമരിയയുടെ പടിവാതിൽക്കൽ കിടന്നിരുന്ന 4 കുഷ്ഠരോഗികളെ നാം കാണുന്നു. അവർക്ക് ശമരിയ പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ രോഗം ഹേതുവായി അവഗണിക്കപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായിരുന്നു. ശമരിയിൽ കഠിനമായ ക്ഷാമമുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾക്ക് ക്രമാതീതമായി വില ഉയർന്നു. ഇതിന് കാരണം അരാം രാജാവായ ബെൻ ഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി ശമരിയെ വളഞ്ഞതായിരുന്നു. ക്ഷമകാലങ്ങളിൽ മറ്റുള്ളവരുടെ കഷ്ടതകളെ ചൂഷണം ചെയ്ത് അമിത ലാഭം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത്. കഴുത തലയ്ക്കും പ്രാക്കാട്ടത്തിനും വരെ വില കയറി. കഴുതയെ അശുദ്ധിയുള്ള മൃഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ തലയിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ കുറവാണ്. അതിന് പോലും വലിയ വില നൽകേണ്ടി വന്നു. പ്രാകാഷ്ടം എന്ന പേരിൽ ഒരു സസ്യമുണ്ടെന്ന് കരുതപ്പെടുന്നു. യുദ്ധം മൂലം ദേശത്തുണ്ടായ ക്ഷാമത്തിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും തീവ്രതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം കൊന്നു തിന്നുവാൻ പോലും ആരംഭിച്ചു. പട്ടണത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ പട്ടണത്തിന് പുറത്ത് പാർത്തിരുന്ന കുഷ്ഠരോഗികളുടെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു. അവർ കണ്ടെത്തിയ മാർഗം ചുറ്റും തമ്പടിച്ചിരുന്ന അരാമ്യ പാളയത്തിലേക്ക് പോവുക എന്നതായിരുന്നു. പട്ടിണി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം അരാമ്യരുടെ വാളിനാൽ മരിക്കുന്നതാണ് നല്ലത് എന്നവർ ചിന്തിച്ചു. എന്നാൽ അരാമ്യ പാളയത്തിലെത്തിയ കുഷ്ഠരോഗികൾ ഒഴിഞ്ഞ കൂടാരങ്ങളാണ് കണ്ടത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. കൂടാരങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവും ധനവും കുതിരകളും കഴുതകളുമെല്ലാം ഉപേക്ഷിച്ചാണ് അരാമ്യർ ഓടിപ്പോയത്. കുഷ്ഠരോഗികൾ ഈ വിവരം പട്ടണവാതിലിൻ്റെ കാവൽക്കാരനെ അറിയിക്കുന്നു. അവർ അത് രാജധാനിയിൽ അറിയിച്ചു. അരാമ്യപാളയത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് വില കുറച്ച് ലഭ്യമാക്കി. അപ്രതീക്ഷിതമായി ലഭിച്ച വിടുതലിൽ ശമരിയ പട്ടണം സന്തോഷിക്കുന്നു. സമാധാനം അവർക്ക് ലഭ്യമായത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിലൂടെയാണ്. ഇപ്രകാരം നിരാശയിടങ്ങളിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. കുഷ്ഠരോഗികളെപ്പോലെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, ഹൃദയത്തിനുള്ളിൽ വാഴുന്ന സമാധാനം. ഹൃദയത്തിനുള്ളിൽ വാഴുന്ന സമാധാനം. ഫിലിപ്പിയർ 4-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സന്തോഷത്തെയും സമാധാനത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കാരാഗൃഹ ലേഖനങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതായത് പൗലോസ് കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്നും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്നും പൗലോസ് പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷവും സമാധാനവും ചുറ്റുപാടുകളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നാണ്. അത് തികച്ചും ആന്തരികമാണ്. സന്തോഷവും സമാധാനവും ലഭിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം സൗമ്യതയുള്ളവരാകുക എന്നതാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സൗമ്യത ആചരിക്കണം. രണ്ടാമത്തെ കാര്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നതാണ്. ചിന്താകുലങ്ങൾ മനുഷ്യൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും നഷ്ടമാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുമ്പോൾ നൽകി തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. പരാതിയും പെറുപെറുപ്പും പൂർണ്ണമായി ഒഴിവാക്കണം. സത്യത്തിൻ്റെയും നീതിയുടെയും നിർമ്മലതയുടെയും പാതകൾ പിന്തുടരുകയും അത്തരം ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും വേണം. ദൈവവചനം പഠിക്കുകയും ഗ്രഹിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ വസിക്കുകയും ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ജീവിതത്തിലെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും ഒരിക്കലും നമ്മളുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. കാരണം കഷ്ടതകൾ നമ്മെ കൂടുതൽ ശക്തരാക്കുകയും ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഹൃദയത്തിനുള്ളിൽ വാഴുന്ന ദൈവിക സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകണം. മൂന്നാമത്തെ ചിന്ത, സമാധാനത്തിൻ്റെ രാജാവിനായി ഹൃദയവാതിൽ തുറന്നു കൊടുക്കുക. സമാധാനത്തിൻ്റെ രാജാവിനായി ഹൃദയവാതിൽ തുറന്നു കൊടുക്കുക. മർക്കോസ് 11 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവായി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ സംഭവമാണ് ഹോശന്നാ ഞായർ ആചരണത്തിനും കുരുത്തോല പെരുന്നാളിനും കാരണമായി തീരുന്നത്. യേശുവും ശിഷ്യന്മാരും പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുവാനാണ് ഗലീലയിൽ നിന്നും യെരുശലേമിൽ എത്തിച്ചേരുന്നത്. ബേത്ഫാഗയും ബെഥാനിയയും ഒലിവുമലയ്ക്ക് അരികെയുള്ള യെരുശലേമിന് കിഴക്ക് ഭാഗത്തുള്ള 2 ചെറു ഗ്രാമങ്ങളായിരുന്നു. ബേത്ഫാഗ ബെഥാനിയയ്ക്കും യെരുശലേമിനും ഇടയിലുള്ള സ്ഥലമാണ്. ബെഥാനിയയിലാണ് മാർത്തയും മറിയയും ലാസറുമൊക്കെ പാർത്തിരുന്നത്. ബേത്ഫാഗയിൽ എത്തിയപ്പോഴാണ് യേശു തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവർക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതിനെ അഴിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത്. അതിന് കാരണമായി പറയുന്നത് കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നതാണ്. ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേൽ ഇട്ടു. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം 13 വാക്യത്തിൽ യേഹു എന്ന രാജാവിൻ്റെ വരവെങ്കിൽ ജനം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചതായി നാം വായിക്കുന്നു. മറ്റു ചിലർ വഴിയരികെ നിന്ന് ചില്ലിക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടന്നവർ ഹോശന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തുകൊണ്ടിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലും അതീശത്തിലും നിരാശിതരായിരുന്ന സാധാരണ ജനത്തിൻ്റെ വിലാപവും അഭിലാഷവുമാണ് ഈ വാക്കുകളിൽ പ്രകടമായത്. യേശുവിനെ രാജാവായി അവർ തങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ചു. കഴുത എളിമയുടെയും സമാധാനത്തിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു. യേശുവിൻ്റെ രാജ്യം ദൈവരാജ്യമായിരുന്നു. സമാധാനത്തിൻ്റെ മാർഗങ്ങളാണ് ലക്ഷ്യം നേടുന്നതിനായി യേശു തിരഞ്ഞെടുത്തത്. ആധുനിക ലോകാന്തരീക്ഷത്തിൽ അധിനിവേശങ്ങളും രക്തച്ചൊരിച്ചിലുകളും അടിച്ചമർത്തലുകളും നടമാടുമ്പോൾ യേശുവിനെ പോലെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുവാൻ, സമാധാനം പ്രാവർത്തികമാക്കുവാൻ യേശു നമ്മെ വിളിക്കുന്നു. ഹോശന്ന ആചരണത്തിലൂടെ ഇതിനുള്ള ആഹ്വാനമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സമാധാനത്തിൻ്റെ രാജാവായ യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. യേശുവിനായി നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഉടയവനായി യേശുവിനെ അംഗീകരിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഹോശന്ന ആചരണം അർത്ഥവത്തായി തീരുന്നത്. ഹോശന്ന എല്ലായ്പ്പോഴും ദൈവിക സമാധാനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിരാശയും ദുഃഖവും വേദനകളും നിറഞ്ഞ ജീവിത അന്തരീക്ഷത്തിൽ ദൈവം കടന്നു വരുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. സമാധാനവും സന്തോഷവും സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് തികച്ചും ആന്തരികമാണ്. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ഈ ആന്തരിക സമാധാനവും സന്തോഷവും നമുക്ക് ലഭ്യമാകുന്നു. യേശുവിനായി നമ്മുടെ ഹൃദയവാതിലുകൾ തുറക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി യേശുവിനെ അംഗീകരിക്കുകയും ചെയ്യാം. അങ്ങനെ നിത്യമായ സമാധാനം നമ്മളുടെ ഉള്ളങ്ങളിൽ നിറയാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.